ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു 8 വെറൈറ്റിയോളം താമര നമുക്കുണ്ട്. അതിൽ തന്നെ ട്രോപ്പിക്കലായിട്ടുള്ള എല്ലാ വെറൈറ്റികളും പൂത്തിട്ടുമുണ്ട്. ട്രോപ്പിക്കൽ വെറൈറ്റികളെല്ലാം നമ്മൾ നട്ട് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ പൂ കിട്ടി തുടങ്ങും. നമ്മുടെ കയ്യിലുള്ള ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറയുന്നത് അഖില, മിറാക്കിള്, അമേലി കമേലി, യെല്ലോ പിയോണി, അമരി പിയോണി, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ അഖിലയ്ക്ക് ഇപ്പോഴും പൂക്കളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അഖിലയിൽ മുട്ട വന്നിരിക്കുന്ന കാണാം. ഇത് അഖില നട്ടിട്ട് നമ്മൾ 3 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 4-5 ഫ്ലവർ കിട്ടിക്കഴിഞ്ഞു ഇതിൽ നിന്ന്. അപ്പം ഈ നട്ടിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഈ താമരയും ആമ്പലും നമുക്ക് ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴത്തേക്കിന് പുതിയ ബഡൊന്നും മുളയ്ക്കാതെ അത് ഡോർമസി സ്റ്റേജിലേക്ക് പോകും. ആ സമയത്താണ് നമ്മളിതിനെ ഇളക്കേണ്ടത്. അതായത് നമ്മൾ നട്ടിട്ടൊരു 5-6 മാസം കഴിയുമ്പോൾ തന്നെ ഇതിൽ ട്യൂബറുകൾ ശരിക്കും ഉണ്ടാവും. പിന്നെ ഒരു ഡിസംബർ ജനുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് പുതിയ ബഡ് ഒന്നും ഉണ്ടാവാതെ അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ഇലയെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന കാണാം. ആ സമയത്ത് നമ്മളിത് ഇളക്കി ഇതിൻ്റെ ട്യൂബറുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് പുതിയ ടബിലേക്ക് നട്ടു കൊടുക്കണം. നമുക്കിപ്പം ഇതിനകത്തുനിന്ന് ഒരു ടബൊന്ന് ഇളക്കി നോക്കാം. എന്തായാലും ഇത് ഇത് അമരി പിയോണിയാണ്. അമരി പിയോണി ഒരു ചുമന്ന നിറത്തിലുള്ള നല്ല റെഡ് കളർ വരുന്നൊരു ഫ്ലവറാണ്. ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് ആദ്യം ഇതിലെ വെള്ളം പെതുക്കാൻ കളയാം. സൂക്ഷിച്ച് ടബ് ചരിച്ച് വെള്ളം മൊത്തം കളയാം. ഇനി ഇതിനെ നമുക്ക് സൗകര്യമായി എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ ടബിനെ കമഴ്ത്തിയിടണം. കമഴ്ത്തിയിട്ട് ഇതിൽ ചെളിയും മണ്ണും എല്ലാം ഈ ടബിൽ നിന്ന് മാറ്റി നേരെ കമഴ്ത്തിയിടുക. ഇനി ഈ കാണുന്ന വെള്ള നിറത്തിൽ കാണുന്നതാണ് ഇതിനകത്ത് റണ്ണറും ട്യൂബറും ഒക്കെ ആയിട്ടാണ് ഇത് വെള്ള നിറത്തിൽ ചുറ്റി കാണുന്നത്. ഓസ് ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് ഇത് മുഴുവനും ക്ലീൻ ചെയ്യണം. വെള്ളമൊഴിച്ച് നമ്മളിത് വൃത്തിയാക്കുന്ന സമയത്ത് ട്യൂബറിന് ഡാമേജ് ഒന്നും ഉണ്ടാവാതെ നോക്കണം. രണ്ട് വശവും നമുക്ക് നന്നായി വെള്ളം ഒഴിച്ചൊന്ന് മണ്ണൊക്കെ ഒന്ന് ഒരുവിധം കളഞ്ഞ് എടുക്കാം. ഇതിപ്പം നമ്മൾ മണ്ണെല്ലാം കളഞ്ഞ ട്യൂബറാണ്. ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന കാണാം. ഈ ചുറ്റിയിരിക്കുന്ന ഓരോ റണ്ണറിൽ നിന്നും ശാഖകളായി പോയിട്ട് ഓരോ ട്യൂബർ കാണുന്നത്. ട്യൂബറുകൾ ചെറുതായിട്ട് വീർത്ത് ഒരു ചെറിയ ബബിൾസ് പോലെയാണ് ഈ ട്യൂബർ കാണുന്നത്. ഈ ട്യൂബറിനെ നമുക്ക് ഒന്നല്ല 2-3 ഗ്രോ ടിപ്പ് ഉള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റണം. അത് നമുക്ക് മനസ്സിലാവും. നമുക്കിത് ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഇത് എവിടെ തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുക എന്നുള്ളത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെ ഇത് കട്ട് ചെയ്ത് പല ട്യൂബറാക്കി മാറ്റാം. നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്നൊരു 10-11 ട്യൂബർ കിട്ടിയിട്ടുണ്ട്. അത് പല വലുപ്പത്തിലുള്ളതാണ്. ചിലത് നല്ല വലുപ്പമുള്ളത് കാണും, ചിലത് വലുപ്പം കുറവായിരിക്കും. ഇത് ഏത് വലുപ്പത്തിലുള്ളതാണെങ്കിലും നമുക്ക് നട്ടാൽ 2 മാസം കൊണ്ട് ഫ്ലവർ കിട്ടി തുടങ്ങും. അത് ട്രോപ്പിക്കൽ വെറൈറ്റി ആയിരിക്കണമെന്ന് മാത്രം. സഹസ്രദളം പോലുള്ള താമരയൊക്കെ ആണെങ്കിൽ വർഷത്തിൽ ഒരു തവണയൊക്കെ പൂ കിട്ടും. അത് 2-3 വർഷത്തിലൊരിക്കലൊക്കെയാണ് പൂ ഉണ്ടാവുക. ഇത് നട്ടാൽ എല്ലാ മാസവും ഇതിൽ പൂവാണ്. ഈ വിധ
ട്രോപ്പിക്കൽ വെറൈറ്റീസിലൊക്കെ എല്ലാ മാസവും നമുക്ക് പൂവുണ്ടായിക്കൊണ്ടേയിരിക്കും. ഓരോ ഇല വരുമ്പോഴും അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു മൊട്ടും കൂടായിരിക്കും ഉണ്ടാവുന്നത്.